ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും കോസ്മെറ്റിക് ഷോപ്പിലേക്ക് കയറാൻ ഇഷ്ടമല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പാലക്കാട് ജോബീസ് മാളിന് തൊട്ടടുത്തുള്ള ഒരു 4 നില ബിൽഡിംഗ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓർക്കിഡ് എന്നാണ് ആ ഷോപ്പിൻ്റെ പേര് കേട്ടോ. നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് നോക്കാം കേട്ടോ. വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഷോപ്പാണ് ഓർക്കിഡ്. കോസ്മെറ്റിക് സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫേസ് ക്രീം എന്താ വേണ്ട വെച്ചാലുണ്ട്. എല്ലാ ബ്രാൻഡിൻ്റെയും നമുക്ക് ഇവിടെ കിട്ടും. ഏത് ബ്രാൻഡും അവർ നമുക്ക് എടുത്ത് കാണിച്ചു തരും കേട്ടോ. സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഹെയറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, എല്ലാ സാധനവും ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി ചോദിച്ചാൽ നമുക്ക് അവർ കാണിച്ചു തരുന്നതാണ്. ഇതല്ല അതിൻ്റെ ഹൈലൈറ്റ് പിന്നാലെ കാണാം കേട്ടോ. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നെക്ലസ് ടൈപ്പാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അസല് സെലക്ഷനാണ്, അടിപൊളി, ഒന്നിന് മെച്ചം. ഇതെല്ലാം എനിക്ക് അവിടുത്തെ എല്ലാം കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷേ അത് കാണുകയാണെങ്കിൽ അതൊരു 2-3 ദിവസം പിടിക്കും. അപ്പോൾ എനിക്ക് മാക്സിമം കവർ ചെയ്യാനുള്ളത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് സെലക്ഷൻ ഉണ്ട്. അതിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മലുകളുണ്ട്. പിന്നെന്താ, അമേരിക്കൻ ഡയമണ്ടിൻ്റെ കല്ലുകളെ പറ്റി അവർ പറയുന്നുണ്ട് കേട്ടോ. അതായത് അത് കേട് വരില്ല, റിയൽ സ്റ്റോണാന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ റെൻറ്റിന് കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഒരു ദിവസം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു സെറ്റായിട്ട് അങ്ങോട്ട് വാങ്ങിക്കാം. അതൊക്കെ വളരെ 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 നന്നായിട്ടുള്ള സംഭവങ്ങളാണ്. നിങ്ങൾ തന്നെ അതൊക്കെ കണ്ടോളൂ കേട്ടോ. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കില്ല, അവർ തന്നെ അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റോൺ എന്താണ്? ഇത് ഫുള്ളി AD സ്റ്റോൺസ് ആണ്. റൂബി വിത്ത് AD ആണ്. ഇത് ഫുള്ളി ബ്രാസിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം റോസ് ഗോൾഡ് പോളിഷാണ്, സിൽവർ പോളിഷ്, ബ്ലാക്ക് പെറ്റൽ പോളിഷ്, അങ്ങനെ 3 ടൈപ്പ് ഓഫ് പോളിഷ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് റെൻറ്റഡ് ജ്വല്ലറിയിൽ ഇതേപോലത്തെ സെഗ്മെൻറ്റ്സ് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് വേറെ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഇത് സെയിൽസബിൾ ഗുഡ്സും ഉണ്ട്, റെൻറ്റഡ് ജ്വല്ലറി ഉണ്ട്. ബോത്ത് ആർ അവൈലബിൾ. റെൻറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില കസ്റ്റമേഴ്സിന് വൺ ഡേ പർപ്പസിനായതുകൊണ്ട് ചില ആളുകൾക്ക് റെൻറ്റ് പർപ്പസിന് മതി, ഫുൾ സെറ്റ് നമ്മൾ റെൻറ്റിന് കൊടുക്കും. കോമ്പിനേഷനും ഭയങ്കര ഡ്രസ്സിന് കോമൺ മാച്ചിങ് ആവുന്ന ഇതിൽ തന്നെ റോസ് ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, മെഹന്തി പോളിഷ് ഉണ്ട്, ചെട്ടിനാട് പോളിഷ് ഉണ്ട്, മാറ്റ് ഫിനിഷ് ഉണ്ട്, രജവാടി ഉണ്ട്. അതിലെല്ലാം ഡിഫറെൻറ്റ് ഓഫ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽസിൽ കൂടുതൽ കളക്ഷൻ നമുക്ക്. ഇപ്പോൾ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അത് മോസ്റ്റ്ലി നമ്മുടെ അങ്ങനത്തെ കളക്ഷൻ. ഡിപ്പെൻസ് ആയിട്ട് ഇതിന് നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ. ഇത് മിൻറ്റ് ഷെയ്ഡാണ്, പിസ്ത ഗ്രീനിൽ വരുന്നതാണ്. മാത്രമല്ല കുന്തൻ, ഫുള്ളി റിയൽ കുന്തനാണ്. ഇത് കെംബ് സ്റ്റോൺ ആണ്. ഇത് ഫുള്ളി യൂസ് ചെയ്തേക്കുന്നത്. ഇത് കെംബ് സ്റ്റോൺ. ഇതാണ് റെൻറ്റഡ് ജ്വല്ലറി എന്ന് പറയുന്നത് അല്ലേ? ഇതിനകത്ത് നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. 250 ഡിസൈൻസ് കൂടുതൽ മാരേജ് പർപ്പസിനായിരിക്കും. ഇപ്പോൾ 1 ഡേ റിസപ്ഷനൊക്കെ പെട്ടെന്ന് എൻഗേജ്മെൻറ്റ് വരുവാണെങ്കിൽ ആ നേരം ആ ഒരു ഗോൾഡിലേക്ക് പോകാൻ കഴിയും. ഇതിപ്പോൾ 6 മാസം കണ്ടായിരിക്കും കല്യാണം നടക്കുക. അപ്പോൾ ആ പർപ്പസിന് ഇത് ഒരു ഇതിനൊക്കെ എന്ത് വിലയുണ്ട്? ഇതിനൊക്കെ 5,000 വന്നിട്ട് 11 സംതിങ് ആണ്, 7 സംതിങ്, 10 അങ്ങനത്തെ. മാരേജ് ഫംഗ്ഷനൊക്കെ കല്യാണം ബ്രൈഡൽ ഫംഗ്ഷനായി.
ഇത് ആക്ച്വൽ ക്രിസ്റ്റൽ വിത്ത് ത്രെഡ് ബാങ്കിൾ വെച്ച് സെറ്റ് ചെയ്തേക്കുവാണ്. ഇതിൽ ഒരു 6 ലൈന് നമ്മൾ സ്റ്റോൺ കൂടി കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് കസ്റ്റമേഴ്സിന് ഏതാണോ കളർ ടോൺ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ചില കസ്റ്റമേഴ്സിന് ഇതിൻ്റെ ഇടയിൽ പിങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ പിങ്ക് കൂടി സെറ്റ് ചെയ്തിട്ട് നമ്മളത് ചെയ്യും. ഇതിനകത്ത് ഓപ്ഷൻസ് ഒത്തിരിയുണ്ട്. ആൻറ്റിക്കിലുണ്ട്, AD ബാംഗിൾസുകളുണ്ട്. ഇത് കോമൺ ജനറലായിട്ട് പോകുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഒരു സ്റ്റോൺ ഇതിൽ വേണം. ഇപ്പോൾ ഏത് സെഗ്മെന്റിലും ബജറ്റീവായി വളരെ എക്കണോമി ആയിട്ടും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ബാംഗിൾസ് നമുക്ക് സെറ്റ് ചെയ്യാൻ ഒരു 250 റുപ്പീസിലും സെറ്റ് ചെയ്യാം. അതുപോലത്തെ അവൻ്റെ ബജറ്റിന് കുറച്ച് ഹെവി വേണമെന്നുണ്ടെങ്കിൽ 1000 റുപ്പീസ് 1500 ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ എല്ലാ റേഞ്ചും ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ബജറ്റീവായിട്ട് ചെയ്യും, ഡ്രസ് മാച്ചിങ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. ഇത് നമ്മൾ ഡെമോ സെറ്റ് ചെയ്ത് വെച്ചാണ്. എല്ലാം കല്യാണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലേ? ബ്യൂട്ടീഷ്യൻസ് ഒക്കെ കൂടുതൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട്. ഇത് നമുക്ക് റെന്റിന് കിട്ടും. ഇങ്ങനത്തെ ഐറ്റംസ് വളരെ എക്സ്പെൻസീവ് അല്ല. അത് ഇതെല്ലാം എക്കണോമിയാണ്. 250-300 റേഞ്ചിലുണ്ട്. ഇങ്ങനത്തെ ബിഗ് സൈസ്. സ്മോൾ സൈസ് ഇതാകുമ്പോൾ വീണ്ടും എക്കണോമിയാണ്. അപ്പോൾ അതാരും മേടിക്കുക തന്നെ ചെയ്യുള്ളൂ. ഇതൊക്കെ നമ്മൾ മുടി കെട്ടി അതിൽ സെറ്റ് ചെയ്ത് വെക്കാം അല്ലേ? അതിങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് നമ്മൾക്ക് അതിൽ ഇങ്ങനത്തെ റിയൽ ഹെയറിൽ മെയിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യും. കളറിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏതാണ്ട് 24 കളേഴ്സുകൾ അവൈലബിൾ ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്. പിന്നെ ഞങ്ങളുടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഹെയർ കുറവുള്ളവർക്ക് വേണ്ടി വിഗ്, അതുപോലെ തന്നെ റിയൽ ഹെയർ, ഹ്യൂമൻ ഹെയർ വെച്ചിട്ട് തന്നെ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സ്റ്റൻഷൻ അല്ല. ഇത് ബ്രൗണിഷ് ബ്ലാക്ക് ഉണ്ട്, പ്യുവർ ബ്ലാക്ക് ഉണ്ട്. പിന്നെ ചില ആളുകൾക്ക് നരച്ച മുടി ഉണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നരച്ച മുടി അതിനൊപ്പം മിക്സ് ചെയ്തിട്ട് ചെയ്തു. പിന്നെ വേവി ഉണ്ട്, കേളി ഉണ്ട്, സ്ട്രൈറ്റ് ഉണ്ട്. കസ്റ്റമേഴ്സിന് ഏതാ വേണ്ടത് വെച്ചാൽ ഒരു 5 days തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള ക്ലിപ്പിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല കസ്റ്റമർ സർവീസാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവർ പറഞ്ഞു തരും. പിന്നെ ഇവിടുത്തെ മാലയും വളയൊക്കെ കണ്ടല്ലോ അല്ലേ? ഇനി അടുത്തത് നമ്മൾ ഇന്നർ വെയറിലേക്കാണ് നമ്മൾ പോകുന്നത്. അതും ഒന്ന് കാണേണ്ടത് തന്നെ കേട്ടോ. പിന്നെ ഇത് മേക്കപ്പ് സെറ്റൊക്കെ ഉണ്ട്. എന്ത് സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് എങ്ങനെയാ വെച്ചാൽ പലർക്കും ഷേപ്പ് വെയറായിട്ട് അവരുടെ സാരീസ് വയ്ക്കുന്ന സമയത്ത് ഇത് ബാക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടഡ് ആണ് സംഭവം. എല്ലാ സൈസും അവൈലബിൾ, XL, XXL. ഇത് പാലക്കാട് അവൈലബിൾ. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇപ്പം ബ്രൈഡലിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് പാൻറ്റീസ് ഇല്ലേ? ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള പാൻറ്റീസുകളുടെ കളക്ഷൻസ് നമ്മൾ ഇതിലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ ഇമ്പോർട്ടഡ്, വിക്ടോറിയ സീക്രട്ട്, അങ്ങനെയുള്ള കുറേ ബ്രാൻഡ്സുകൾ നമ്മൾ കണ്ടു. ഇന്നർ വെയേഴ്സൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളാണ്. ഇപ്പോൾ നമുക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ വേണമല്ലോ. ഇപ്പോൾ ലെഗിങ്സ്, ജെഗിങ്സൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ ലൈനർ വരാതിരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ എല്ലാ പെൺകുട്ടികളും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടാനുണ്ട്. പിന്നെ നമുക്ക് കല്യാണത്തിനുള്ള ആവശ്യങ്ങൾക്കോ അതുപോലെ ആർക്കെങ്കിലും ഗിഫ്റ്റ് നന്നായിട്ട് കൊടുക്കണം എന്നുള്ളവർക്കൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കൂ കേട്ടോ. റൈലോളിന്റെ ഇത്രയും കളക്ഷൻസ് നമ്മുടെ മാത്രമേ ഉള്ളൂ. റൈലോയിലാണ് ഏറ്റവും കൂടുതൽ കപ്പ് സൈസ്. അപ്പൊ ഇപ്പൊ എത്ര ഏറ്റവും എന്താണ് ഐ വരെ ബിഫോർ ആഫ്റ്റർ ആൻഡ് ആഫ്റ്റർ ഈ ഒരു ഫീല് കിട്ടാവുന്ന ഒരു പാറ്റേൺ ആണ്. ഇത്തിരി കവറേജ് ഫ്രില്ലാണ് പോകും. ഇവിടെ വളയും മാലയും കോസ്മെറ്റിക് സാധനങ്ങൾ മാത്രമല്ല, അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ ടോയ്സും ഉണ്ട് കേട്ടോ. അടിപൊളി ടോയ്സുകളാണ്, നല്ല ക്വാളിറ്റിയുള്ള ടോയ്സാണ് കേട്ടോ. പിന്നെ ബാഗുകൾ,
പേഴ്സുകൾ എല്ലാം ഉണ്ട്, ചെരുപ്പുകൾ, അതുപോലെ തന്നെ നമുക്ക് ഒരു കല്യാണത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ഒരു കല്യാണപ്പെണ്ണിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ വന്ന് നമുക്ക് കാണാവുന്നതാണ്. നല്ല നല്ല ചെരുപ്പുകളും ബാഗുകളും പേഴ്സുകളും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ പറയേണ്ടതാണ് മേക്കപ്പ് ബോക്സുകൾ. അത് ചെറുത് തൊട്ടിട്ട് വലുത് വരെയുണ്ട്. ഒരുപാട് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് ട്രോളി പോലത്തെ മേക്കപ്പ് സാധനങ്ങളുണ്ട്. മേക്കപ്പ് സാധനങ്ങൾ ഇട്ടിട്ട് പോവാം. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള അടിപൊളി മേക്കപ്പ് ബോക്സുകൾ ഉണ്ട് കേട്ടോ. നിങ്ങളിതൊക്കെ കണ്ടല്ലോ, വളരെ നല്ല ആൾക്കാരാണ് കേട്ടോ. നമുക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്ത് തരുന്ന വളരെ നല്ല ആൾക്കാരാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ പാലക്കാട് വഴിക്ക് പോകുമ്പോൾ ഓർക്കിഡിൽ കയറാൻ മറക്കല്ലേ. ഇനി നമുക്ക് നമ്മളെ ഓണറായിട്ട് സംസാരിക്കുന്നത് കേൾക്കാം. ഓണർ എല്ലാം നന്നായിട്ട് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കേട്ടു നോക്കിയാലോ. എത്ര വർഷമായി ഈ ഷോപ്പ് തുടങ്ങിയത്? ആക്ച്വലി ഞങ്ങൾ 14 വർഷം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 6 വർഷം. ജോബീസ് മാളിനകത്ത് ആയിരുന്നു. ജോബീസ് മാളിൽ 4 ഷോപ്പുകളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൺ ബിൽഡിംഗ് ആയപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. പിന്നെ അവിടെ ഇപ്പോൾ പഴയ ഷോപ്പ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം 3 ഷോപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതെ അതെ അതെ. നമ്മൾ ബ്രൈഡൽ ചപ്പലുണ്ട്, ബാഗ്സ് ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്നർ വെയർസ്, ലിംഗറീസ് എല്ലാം ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഞങ്ങളുടെ പ്രത്യേകതയാണ് ബ്രൈഡൽ കളക്ഷൻസ്. അത്രയും നല്ല രീതിയിൽ കളക്ഷൻസ്. പിന്നെ കോസ്മെറ്റിക്സിൽ പാലക്കാട് ഫസ്റ്റ് ഞങ്ങളായിരുന്നു എല്ലാ ബ്രാൻഡ്സിനെയും കിയോസ്ക് കൂടി സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് കൗണ്ടറാണ്. മോശമില്ലാതെ പോകുന്നത്. ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസ് കുറച്ച് റിവേർട്ടാണ്. ഇനിയും എക്സ്പാൻഷനുള്ള എന്തെല്ലാം പ്രോഗ്രാംസ് എന്തെങ്കിലും? ഈ ഒരു ഞങ്ങളൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. ഈ 2 വർഷത്തെ ഒരു റിവേർട്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലം പെരിന്തൽമണ്ണ റീസെന്റ് ഓപ്പൺ ചെയ്യും. അടുത്ത മാസം ഓപ്പൺ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൊജക്ട് കൂടി ഉണ്ടായിരുന്നു. തൽക്കാലം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ആവട്ടെ, എന്നിട്ട് പിന്നെ എക്സ്പാൻഷൻ ചെയ്യാനുള്ളതാണ്. രാവിലെ ഷോപ്പ് 9:30 to 7:30 ആണ് നമ്മുടെ ടൈം. നമ്മളൊരു 8 മണി വരെ കസ്റ്റമേഴ്സ് ഉണ്ടാവാറുണ്ട്. കൂടുതൽ കസ്റ്റമേഴ്സ്. അപ്പോൾ 8 മണി വരെ പലവ് ചെയ്യുന്നുണ്ട്. കൊറോണ്ടതൊക്കെ ആയപ്പോൾ 8 മണി വരെ. ഈ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ച് ഓർക്കിഡിൽ? ഞങ്ങളുടെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ടൈം ബീങ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ നെറ്റിലൊക്കെ അവൈലബിലിറ്റി. കാരണം ഞാൻ ഒരു മാസത്തിൽ 15 ദിവസത്തോളം പർച്ചേസിന് മാത്രം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇന്ത്യ മൊത്തം പോകാറുണ്ട്. നമ്മൾ മുംബൈ ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, അതുപോലെ രാജസ്ഥാനുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ അതിന് പുറമെ ചൈന, ദുബായ്, ഇവിടെ എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നത് പോകാറുണ്ട്. അതെ അതെ. നമ്മൾ മെയിനായിട്ട് ചൈന നന്നായി ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കുറച്ച് 2 വർഷമായിട്ട് ഇമ്പോർട്ടിങ് കുറവാണ്. നമ്മൾ ഏജൻസിക്കും മുംബൈയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ടോട്ടലായിട്ട് ഇപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പാലക്കാട്, പിന്നെ പ്രീതി സിൽസ്, ജോബീസ് മാളിലൊരു കൗണ്ടർ ഉണ്ട്. പിന്നെ അതിന് പുറമെ അടുത്ത മാസം നമ്മൾ പെരിന്തൽമണ്ണയിലൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് വലിയ സ്റ്റോറാണ്. ഒരു 6500 സ്ക്വയർ ഫീറ്റിലാണ് പെരിന്തൽമണ്ണയിൽ വരുന്നത്. ഒരു മാർച്ച് 15-നായിട്ട് നമ്മൾ ഓപ്പൺ ആവും പ്ലാൻ ചെയ്ത്.